ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് വീട്ടിലെ കാര്യങ്ങളും അതെല്ലാം ഉണ്ട് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റു. അപ്പം നമ്മുടെ രാവിലത്തെ പരിപാടികളാണ് തുടങ്ങുന്നത്. പിന്നെ രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഇന്നിപ്പോൾ നല്ല മഴയുമാണ്, പിന്നെ വെക്കേഷനൊക്കെ ആണല്ലോ. അപ്പോൾ എല്ലാവരും പിള്ളേരാണെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കമൊക്കെ ആയിരുന്നു. അപ്പോൾ അവർ എഴുന്നേറ്റ് വന്നതിന് മുമ്പ് തന്നെ ഞാൻ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നും കഴിക്കാനൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. ചായയാണ് ഇപ്പോൾ എല്ലാവർക്കും ആദ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും പല പല ടേസ്റ്റാണ് കേട്ടോ. ചായ, കാപ്പി, പാല്, അങ്ങനെ പലർക്കും പല ടൈപ്പാണ്. ഞാൻ ഫസ്റ്റ് എനിക്ക് ചായ ഉണ്ട് ഇഷ്ടം രാവിലെ കുടിക്കാൻ. ഞാൻ ചായ കുടിച്ചു. ഇത് ഹസ്ബൻഡിനാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് ഇന്ന് കാപ്പി മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കാപ്പി ഉണ്ടാക്കാൻ വേണ്ടി പാല് തിളപ്പിക്കാൻ വെച്ചേക്കണേ കേട്ടോ. അതായത് ഞാൻ കാപ്പിപ്പൊടിയൊക്കെ ഇട്ടു ആൾക്ക് കാപ്പി ഉണ്ടാക്കി കൊടുത്തു. അതിനുശേഷം ആരും എഴുന്നേറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് വേഗം ഉണ്ടാക്കി വെക്കണതാണ്. ഇന്ന് രാവിലെ നല്ല മടിയായിരുന്നു കേട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ട്. എനിക്കിപ്പോഴും പുട്ടാണ് ഉണ്ടാക്കാറുള്ളത്. പുട്ടും കടലയോ അല്ലെങ്കിൽ പുട്ടും പയറോ അല്ലെങ്കിൽ ഗ്രീൻ പീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. ഇന്ന് പുട്ടുണ്ടാക്കാനുള്ള മടി കാരണം ഇന്ന് അടയാണ് ഉണ്ടാക്കിയത്. മൈദയും കൊണ്ടുള്ള ഒരടയുണ്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത്. അപ്പം അത് ഞാൻ പണ്ട് കുറേ നാൾ മുമ്പ് ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയത് മൈദയും കൊണ്ട് നമുക്ക് മടി പിടിച്ച ദിവസങ്ങളിലൊക്കെ വേഗം ആവും കേട്ടോ. മൈദ മാത്രം മതി. മൈദ കുറച്ച് ഉപ്പിടുക, വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങയും കൂടി ചിരണ്ടിയിടാം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്കൊരു ദോശക്കല്ലിൽ വെച്ചിട്ട് അട പോലെ ചുട്ടെടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ അട. ഞാൻ നല്ലോണം ഇവിടെ എല്ലാവർക്കും നല്ല മൊരിഞ്ഞതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഞാൻ നല്ലോണം മൊരിച്ചാണ് എടുക്കാറുള്ളത്. ഇത് നമുക്ക് കറിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ആണെന്നുണ്ടെങ്കിൽ തേങ്ങയ്ക്ക് ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ കഴിക്കാം കേട്ടോ. ഞാനിത് തലേ ദിവസത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കുറച്ച് എടുത്തു. അപ്പോൾ അതെല്ലാം കൂട്ടി അത് പിന്നെ കാപ്പിയാണ് കേട്ടോ ആൾക്ക് കൊടുത്തത്. അതിന് ശേഷമാണ് മക്കളൊക്കെ എഴുന്നേറ്റ് വന്നത്. അപ്പോൾ ആദ്യം ആൾക്ക് പാലാണ് ചൂടാക്കുന്നത്. അപ്പോൾ എനിക്ക് 2 മക്കളാണ് എനിക്കുള്ളത്. ഒരാൾ 5ാം ക്ലാസ്സിലും ഒരാൾ 2ാം ക്ലാസ്സിലോട്ടാണ് അയക്കുന്നത്. ഇപ്പോൾ ഇല ആൾക്ക് പാലാണ് കുടിക്കുന്നത്. അവൻ മൂത്താൾ പാൽ അലർജിയാണ് അവനിക്ക്. അത് പാൽ കുടിച്ച് കഴിഞ്ഞാൽ ചുമയും അങ്ങനെ കഫക്കെട്ടൊക്കെ വന്നാലും ആൾ പാൽ കുടിക്കാറില്ല കേട്ടോ. അപ്പം ആൾക്ക് കുറച്ച് ചായ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. അത് കുറച്ച് പാലിൽ കുറച്ച് ബൂസ്റ്റ് ഇട്ടിട്ട് ഫസ്റ്റ് മോനിക്ക് കൊടുക്കും കേട്ടോ, ഇളയാൾക്ക് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് 2ാമത്തെ ആൾക്ക് ചായയും കൂടി വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ ചായപ്പൊടിയൊന്നും അധികം ഇല്ല കേട്ടോ. അധികം കടുപ്പുള്ള ചായ ഒന്നുമല്ല ഉണ്ടാക്കുന്നത്. കുറച്ച് ചായപ്പൊടി ഇട്ടിട്ട് വേഗം ഒന്ന് തിളപ്പിച്ചെടുക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവർക്ക് രാവിലെ ചപ്പാത്തി ദോശയൊക്കെ ഉണ്ടാക്കുന്ന ദിവസം ദോശയൊക്കെ കഴിക്കും കേട്ടോ. അല്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ ചപ്പാത്തി, പൂരി അങ്ങനെയൊക്കെ ഉണ്ട് ഇഷ്ടം കഴിക്കാനായിട്ട്. അപ്പോൾ അത് ഉണ്ടാക്കി കൊടുക്കാറില്ല. ചപ്പാത്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കഴിച്ചോളും. ദോശയാണെന്നുണ്ടെങ്കിൽ ചട്നിയാണ് കേട്ടോ ഇഷ്ടം എല്ലാവർക്കും ഇവിടെ. അപ്പോൾ വെള്ള ചട്നി ആണെന്നുണ്ടെങ്കിലാണ് ദോശയും കഴിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തിയാണ് കേട്ടോ കഴിക്കുക. അപ്പോൾ ഒരാൾക്കുള്ള പാലും ആയിട്ടുണ്ട്, 2ാമത്തെ ആൾക്ക് ചായ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പാല്, ചായ, അതേപോലെ കാപ്പി, അങ്ങനെ കുറേ കാര്യങ്ങൾ രാവിലെ തന്നെ തിളപ്പിക്കാനും പണികളുണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എന്തെങ്കിലും കഴിക്കാനൊക്കെ ആയിട്ട് ചായക്ക് കടി ഉണ്ടാക്കുന്നത്. ഇന്ന് ചായയുടെ കടിയൊക്കെ നേരത്തെ ഉണ്ടാക്കി കഴിഞ്ഞു. അട മാത്രം മതിയായിരുന്നുണ്ട്, അത് വേഗം കഴിഞ്ഞു കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് മീനാണ് കേട്ടോ എടുത്തത്. ചാളക്കറി ഉണ്ടാക്കാൻ ചാളയാണ് എടുത്തേക്കുന്നത്. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് എന്നോടൊരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ചാള ഒന്ന് നന്നാക്കണം, വീഡിയോ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആയിട്ട് ഇടുമോ ചേച്ചിയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ കുട്ടി കാണുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് ചതമ്പലൊക്കെ ഉണ്ടോ കളയുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചാള തലേദിവസം മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ, മീൻ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് വെക്കുകയാണ് ചെയ്യണത്. പിന്നെ ഐസൊക്കെ പോയി കഴിയുമ്പോൾ ഇതേപോലെ വെള്ളത്തിലിട്ട് വെച്ച് കുറേ നേരം കഴിഞ്ഞതിന് ശേഷം ചതമ്പലൊക്കെ കളയാണ്ടോ ചെയ്യുന്നത്. ഐസായിട്ടിരിക്കുമ്പോൾ നമുക്ക് കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഐസൊക്കെ പോയി കഴിഞ്ഞിട്ട് ചതമ്പലൊക്കെ കളഞ്ഞ് ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കേണ്ടത് ഞാൻ ചെയ്യണത്. അപ്പോൾ ഞാൻ എല്ലാം നല്ലോണം ക്ലീൻ ചെയ്താണ്ട് ഇതെടുക്കാറുള്ളത്. ഒരു കറുത്ത ഇതേപോലെയൊക്കെ ഉണ്ടാവുമല്ലോ ഉള്ളിൽ, അതെല്ലാം അതൊക്കെ നല്ലോണം കഴുകി കളഞ്ഞ് നല്ലോണം ക്ലീൻ ചെയ്താണ്ട് ഞാൻ എടുക്കാറുള്ളത്. അപ്പോൾ ഈ മീൻ നന്നാക്കാനതാണെങ്കിലും ഞാൻ പഠിച്ചതും കല്യാണത്തിന് ശേഷമുണ്ട് മീൻ നന്നാക്കാനൊക്കെ പഠിച്ചത് ഞാനായാലും. അപ്പോൾ ഞാൻ ഇതേപോലെയാണ് കേട്ടോ ഇതിൻ്റെ തലയൊക്കെ ഞാൻ വെട്ടിക്കളയാറുണ്ട്. ഇങ്ങനെയാണ് ഞാൻ ക്ലീൻ ചെയ്ത് ചാള എടുക്കാറുള്ളത്. അതേപോലെ ഇതിലൊരു അയില കിടക്കുന്നത് അത് മക്കൾക്കാണ് കേട്ടോ. അപ്പോൾ അവർ ചാള ഭയങ്കര മുള്ളുള്ളതല്ലേ, അപ്പോൾ അവർക്ക് കഴിക്കാൻ പറ്റാത്ത കാരണം
അവർക്കൊരു അയിലെടുത്ത് വറുക്കണതാണ് കേട്ടോ. ബാക്കി ഞങ്ങൾക്കൊക്കെ ചാള തന്നെ എടുത്ത് വറുക്കാനായിട്ട്. അതേപോലെ ചാളയിലും അയിലയിലും വറുക്കുമ്പോൾ ഞാൻ ഉപ്പ് പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടാണ് കേട്ടോ വറുക്കാൻ എടുക്കാറുള്ളത്. ചിലർ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർക്കാറുണ്ട്, പക്ഷെ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ഉപ്പ് പൊടിയും മുളക് പൊടിയും തന്നെ ഇട്ട് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഇതേപോലെ ഉണ്ട് ഞാൻ ക്ലീൻ ചെയ്യാം മീനൊക്കെ ഇതേപോലെയാണ് ക്ലീൻ ചെയ്തെടുക്കാറുള്ളത്. അതിനുശേഷം കുറച്ച് ഞാനെടുത്ത് വറുക്കാനായിട്ട് മാറ്റി വെച്ചതാണ്. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊടി മഞ്ഞൾപ്പൊടി അതേപോലെ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് നല്ല എരിവാണ് കേട്ടോ ആവശ്യമുണ്ട് കേട്ടോ. ഇവിടെ മക്കൾക്കാണെന്നുണ്ടെങ്കിൽ എരിവ് ഇഷ്ടമാണ്. അപ്പം കുറച്ച് അധികം തന്നെ മുളക് പൊടി ചേർക്കാറുണ്ട് ഞാൻ. അപ്പോൾ എല്ലാം കൂടി എടുത്ത് നന്നായിട്ട് ഇതിൽ നന്നായി പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം വെക്കുള്ളൂ. ഇത് കുറേ നേരം കഴിഞ്ഞിട്ട് പിന്നെ മീൻ കറിയൊക്കെ ആയതിന് ശേഷം കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ ഇത് നല്ലോണം മസാലയൊക്കെ നല്ലോണം മുളകൊക്കെ തേച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് നേരം മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്ക് ചാള കറി ഉണ്ടാക്കാനായിട്ട് തേങ്ങ ചിരണ്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ അരച്ചാണ് വെക്കുന്നത് ഇന്ന്. അപ്പോൾ തേങ്ങയൊക്കെ ചിരണ്ടിയെടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഉണക്കമുളക് ഇടാറുണ്ട് കേട്ടോ. മുളക് പൊടിയുടെ ഒപ്പം തന്നെ ഉണക്കമുളക് ഇടാറുണ്ട്. ഉണക്കമുളക് എന്ന് വെച്ചാൽ നമ്മുടെ വറ്റൽ മുളക് കേട്ടോ. അതേപോലെ അതിൻ്റെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതേപോലെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി നല്ല പേസ്റ്റ് പോലെയായിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ മീൻ കറി വെക്കാൻ ചട്ടി എടുത്തിട്ട് അതിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ്. അരപ്പൊക്കെ ചേർത്തു. എന്നിട്ട് ഇത് നമുക്ക് അടുപ്പത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചോറിന് അരിയാണ് ഇടുന്നത്. ചോറുണ്ടാക്കാനായിട്ട് ഫസ്റ്റ് തന്നെ അരിയൊക്കെ വെള്ളം അടുപ്പത്ത് വെച്ചു. അതിനുശേഷം കുറച്ച് നന്നായിട്ട് വെള്ളമൊക്കെ നന്നായി ചൂടായി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അരി ഇടാറുള്ളത്. അതിന് അപ്പുറത്തെ സൈഡിൽ തന്നെ നമ്മുടെ മീൻ കറിയും വെച്ചിട്ട്. അപ്പോൾ ഇത് രണ്ടും ആയിക്കോളും. പിന്നെ റൈസ് കുക്കറിലാണ് എടുത്ത് വെക്കാറുള്ളത്. ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും റൈസ് കുക്കറിലാണ് എടുത്ത് വെക്കാറുള്ളത്. അപ്പോൾ പെട്ടെന്ന് ആയി കിട്ടുമല്ലോ നമുക്ക് ചോറ്. അതിന് ശേഷമുണ്ട് ഞാൻ കുടംപുളി എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കാറ്റും മഴയൊക്കെ ഉള്ള ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിൽ കുടംപുളിയൊക്കെ വീണെടുപ്പുണ്ടാവും. ഇത് നമ്മളുടെ അല്ല കേട്ടോ, ഇത് തൊട്ടപ്പുറത്തെ വീട്ടിലൊരു കൊമ്പിങ് ഒരു ചാഞ്ഞെടുപ്പുണ്ട്. അപ്പം ഇടയ്ക്ക് വല്ലപ്പോഴും ഇതേപോലെയൊക്കെ ഒന്നോ രണ്ടോ നമുക്ക് വീണ് കിട്ടാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ മീൻ കറിയിൽ ഇത് ഇടാറുണ്ട്. ഇപ്പോൾ ഇത് ഈ പറഞ്ഞോട്ട് ഞാൻ നന്നാക്കിയിട്ട് എൻ്റെ ഒരു പകുതി അത്ര ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇതേ നമ്മുടെ വെള്ളമൊക്കെ ചൂടായിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ലോണം ചൂടായി കഴിയുമ്പോഴേക്കും ഞാൻ അരി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. മട്ടരിയാണ് കേട്ടോ ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഇവിടെ എല്ലാവർക്കും അരിയാണ് ഇഷ്ടം. മക്കൾക്കാണെങ്കിൽ ചുവന്ന അരി എന്ന് പറഞ്ഞാൽ അവർക്ക് അതാണ് ഇഷ്ടം. അപ്പം അങ്ങനെ അരിയൊക്കെ ചോറൊക്കെ സൈഡിലായി. നമ്മുടെ മീനൊക്കെ ഉപ്പ് മുളകൊക്കെ തേച്ച് ചേർത്ത് ഒന്ന് വറുക്കാനായിട്ടുണ്ട് കേട്ടോ. പിന്നെയുള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് വീഡിയോ പിന്നെ എടുക്കാൻ പറ്റില്ല കേട്ടോ. അത് കഴിഞ്ഞിപ്പോൾ മക്കൾ ട്യൂഷന് കൊണ്ടുപോയാക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അവർ ട്യൂഷന് കൊണ്ടുപോയാക്കാൻ വേണ്ടി പോകുന്നതാണ്. അപ്പം 4:30 ട്യൂഷനുള്ളത്. 4:30 തൊട്ട് 5:30 6 മണിയാകുമ്പോഴേക്കും തിരിച്ചു കൊണ്ടുവരാറുണ്ട് ചെയ്യാറുള്ളത്. അപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ട്യൂഷൻ വിടുന്നതെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാം. പക്ഷേ ഇത് മോനിക്കുള്ള ആൾക്ക് ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഒന്ന് നന്നാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അവൻ എഴുതേണ്ടതൊന്നും അത്ര നന്നായിട്ട് നല്ല ഹാൻഡ് റൈറ്റിങ്ങിലല്ല എഴുതും, പക്ഷെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര മോശമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റാക്കാൻ വേണ്ടിയിട്ടാണ് വിട്ടത്. ഈ പോണ സമയം മാത്രമുണ്ട് കുറച്ച് എഴുതുന്നത് പഠിക്കുക. അതിന് ശേഷം ഫുൾ ടൈം കളി തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇതേ ഓട്ടോയിൽ തന്നെ വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ. അപ്പം കുറച്ച് ദൂരമുണ്ട് കേട്ടോ, വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് പോകാനായിട്ട്. അപ്പോൾ എനിക്ക് നടന്ന് കൊണ്ടുപോയാക്കാനായിട്ട് പറ്റില്ല കേട്ടോ, കുറച്ച് കൂടി ദൂരം കൂടുതലുള്ള കാരണം. അപ്പോൾ ഞാനിങ്ങനെ ആൾ വന്നതിന് ശേഷം ഹസ്ബൻഡ് വന്നതിന് ശേഷം ആളുടെ ഒപ്പം വണ്ടിക്ക് വന്ന് പിള്ളേരെയൊക്കെ കൊണ്ടുവന്നാക്കി 4:30 ആയപ്പോഴേക്കും ട്യൂഷൻ അവിടെ ആക്കി കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ എന്തെങ്കിലും ബജ്ജി എന്തെങ്കിലും മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ പിള്ളേരെ കൊണ്ടുപോയി വരുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ തൊട്ടടുത്ത് തന്നെ ഒരു കടയുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇടയ്ക്ക് എന്തെങ്കിലും ചായക്ക് കടി എന്തെങ്കിലും മേടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പരിപ്പുവട അതേപോലെ തന്നെ പരിപ്പുവട അല്ലെങ്കിൽ മുട്ട ബജ്ജി അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ മേടിക്കാൻ വേണ്ടി നിന്നതാണ് കേട്ടോ. അതൊക്കെ മേടിച്ചു വന്നു. അതൊക്കെ ചായയൊക്കെ കുടിച്ച് ഞാൻ പറഞ്ഞാൽ വീട്ടിൽ കറണ്ട് ഇല്ലാത്തതാണ് ഉള്ളിലുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം പിന്നെ വൈകുന്നേരം മക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നതാണ് കേട്ടോ. അപ്പോഴേക്കും ഒരു 6 മണിയോളം ആയിട്ടുണ്ടായിരുന്നു. 6 മണിക്ക് മുമ്പേ വന്നു കേട്ടോ. എന്നിട്ട് അവരെ കൂട്ടിക്കൊണ്ടുവന്നു. അപ്പം നല്ല മഴ പൊടിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം
വണ്ടിയിലൊക്കെ കയറി വേഗം പോവുകയാണ് ചെയ്തത്. അതിനുശേഷം അവർക്ക് എപ്പോഴും ട്യൂഷന് പോയി വന്ന സമയത്ത് എന്തെങ്കിലും മിഠായോ അല്ലെങ്കിൽ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ വേണ്ടി കടയിൽ കയറാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കടയിലൊക്കെ കയറി അവർക്ക് ആവശ്യമുള്ള മിഠായോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. വെക്കേഷനല്ലേ, വെക്കേഷൻ ട്യൂഷന് പോകുമ്പോൾ അതിന് പകരം മേടിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും വേണമെന്ന് പറയും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മിഠായി ആണെങ്കിലും മതി കേട്ടോ, ലോലിപ്പോപ്പോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ എന്നുണ്ടെങ്കിലും മേടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.